എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. നമ്മുടെ പാലക്കാട് എലപ്പുള്ളിയിലെ ഈ ബ്രിവറേജ് കമ്പനിയെ പറ്റി തന്നെയാണ് നമ്മൾ ഇന്നും ഒരു കാർട്ടൂൺ വരയ്ക്കുന്നത്. ആരും അറിയാതെ ഒരു അഴിമതിയുടെ കുഞ്ഞായിട്ട് പിറന്ന ഈ കമ്പനി സ്ഥാപിക്കാനായിട്ട് നട്ടാൽ കുരുക്കാത്ത നുണയും ഒരു പ്രസക്തിയുമില്ലാത്ത കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഈ ഭരണകക്ഷിയും മന്ത്രിമാരും ഒക്കെ ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. നമുക്ക് ചുറ്റും നോക്കിയാൽ ചുറ്റുപാടും അഴിമതികളുടെ കഥകളാണ് കേൾക്കുന്നത്. ആകെ നനഞ്ഞാൽ കുളിരില്ല എന്നുള്ള അവസ്ഥയിലായിട്ടുണ്ട് സർക്കാർ. ഇനിയിപ്പോൾ നോക്കിയിട്ടൊന്നും കാര്യമില്ല. കുറച്ച് ഒരു വർഷം കൂടെ എങ്ങാണ്ടേ ഉള്ളൂ. ഉള്ള സമയം കൊണ്ട് മാക്സിമം ഊറ്റുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യമെന്ന് തോന്നുന്നു. ഈ ബ്രൂവറി സ്ഥാപിക്കാനായിട്ട് ആകെ അറിഞ്ഞത് ഈ കമ്പനി സ്ഥാപിക്കുന്ന ഒയാസിസ് മാത്രമാണ്. കോളേജ് സ്ഥാപിക്കാനാണെന്ന് പറഞ്ഞ സ്ഥലമെടുത്തിട്ട് അവിടെ ഇപ്പം മദ്യ കമ്പനി തുടങ്ങി നാട്ടുകാരെ മുഴുവൻ കുടിപ്പിച്ച് കിടത്താനുള്ള ഒരു തന്ത്രമല്ല നീക്കവുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. എല്ലാവരുടെയും ആശങ്ക പരിഹരിച്ച് മാത്രമേ കമ്പനി സ്ഥാപിക്കത്തുള്ളൂ എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത്. അതെങ്ങനെ നടക്കും? എല്ലാവരുടെയും ആശങ്കകൾ പരിഹരിക്കാൻ പറ്റത്തില്ലല്ലോ. അതായത് കുടിവെള്ളം, ഭൂഗർഭജലം അല്ലെങ്കിൽ ഈ കമ്പനിക്ക് ആവശ്യമായ വെള്ളമില്ല എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ആ ആശങ്ക പരിഹരിക്കാൻ ഇവരിനി എന്ത് ചെയ്താലും പറ്റത്തില്ല. ഇത് പണ്ട് ഒരു കഥ കേട്ടിട്ടുണ്ട്. ആകാശഗംഗയെ ഭൂമിയിലേക്ക് ഒഴുക്കാനായിട്ട് ഭഗീരഥൻ ആകാശഗംഗയെ ഭൂമിയിലേക്ക് ഒഴുക്കിയ ഒരു കഥയുണ്ട്. അത് കണക്ക് ഈ LDFിലെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർ ആകാശഗംഗയെ ഭൂമിയിലേക്ക് ഒഴുക്കാനുള്ള വല്ല പദ്ധതിയും നടപ്പാക്കുമോ? ഇപ്പോൾ ഈ വെള്ളം കിട്ടാനായിട്ട് അതേ ഉള്ളൊരു വഴി. ഇവർ പറയുന്നത് മഴവെള്ളം സംഭരിച്ച് മദ്യം ഉണ്ടാക്കുമെന്നാണ്. എന്തൊരു ശുഷ്കാന്തിയാണെന്ന് നോക്കണേ. നാട്ടിലെ ജനങ്ങൾക്ക് കുടിക്കാനുള്ള കുടിവെള്ളത്തിന് ഇത് മഴവെള്ള സംഭരണവും ശേഖരണമൊന്നുമില്ല. ഒരു മദ്യശാല സ്ഥാപിക്കാനായിട്ട് മഴവെള്ള സംഭരണി ഉണ്ടാക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഇന്നത്തെ പത്രത്തിൽ കണ്ട ഒരു വാർത്തയാണ് മരുന്ന് ക്ഷാമം ഉണ്ടാകാൻ പോവുകയാണ്. അതായത് ഈ മരുന്ന് വിതരണ കമ്പനികൾക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക കൊടുക്കാതിരണം അവരെ സപ്ലൈ നിർത്തി. അതുകൊണ്ട് സർക്കാർ ആശുപത്രികളിൽ ഇനി മരുന്നിന് ഭയങ്കര ക്ഷാമമായിരിക്കുമെന്നാണ് വാർത്ത പറയുന്നത്. അതൊന്നും ഇവർക്ക് വിഷയമല്ല. മരുന്ന് ക്ഷാമമോ ഇനി എന്ത് ക്ഷാമം വന്നാലും മദ്യത്തിന് ക്ഷാമം ഉണ്ടാകരുത്. മദ്യം യഥേഷ്ടം കിട്ടണം. അതാണ് ഇവരുടെ ഒരു പോളിസി. അപ്പോൾ ഈ വിഷയത്തെ നമ്മൾ കുമാരനാശാൻ്റെ കരുണ എന്ന കാവ്യത്തിലെ ഒരു പദ്യശകലമായിട്ട് നമ്മൾ ഇതിനകത്ത് ബന്ധിപ്പിക്കാൻ പോകണം. ഈ കാർട്ടൂണിനകത്ത് ദാഹപരവശനായ നമ്മുടെ ഉപഗുപ്തൻ ഈ കന്യകയോട് ചോദിക്കുന്നു, ദാഹിക്കുന്നു ഭഗിനി കൃപാരസം മോഹനം കുളിർ തണ്ണീര് ദാശുനി എന്നാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ എനിക്ക് ജലം തരണമെന്നാണ് ഈ ഉപഗുപ്തൻ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ യുവതി പറഞ്ഞു നോക്ക്, ഞാൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടവളാണ്, ഞാൻ തരുന്ന ജലം നിങ്ങൾ ഉയർന്ന കുലജാതരായ ആൾക്കാർ വാങ്ങിക്കഴിക്കുമോ എന്ന് ചോദിക്കുന്നതാണ്. പക്ഷേ ന്യായങ്ങളെല്ലാം പറഞ്ഞെങ്കിലും അവസാനം എന്നുടനെ കരപടം നീട്ടിനാൻ ചെന്നളിനാ മനോഹരൻ സുന്ദരൻ. പിന്നെ തർക്കം പറഞ്ഞില്ലോ ഓമലാൾ തന്നെയാണവൾ കല്ലൽ ഇരുമ്പല്ല. അതായത് ഈ സർക്കാരിൻ്റെ മനസ്സുപോലെ തന്നെ ഈ യുവതിയുടെയും മനസ്സ് കല്ലും ഇരുമ്പും ഒന്നുമല്ല, അതങ്ങ് അലിഞ്ഞുപോയി. ഈ ഒയാസിസ് കമ്പനി വന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഒയാസിസ് കമ്പനി ആവശ്യപ്പെട്ടപ്പോഴത്തേക്കും ഈ മനോഹരൻ സുന്ദരൻ കൈക്കുടന്ന് നിറയെ വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് ഈ യുവതി. പിന്നെ തർക്കം പറഞ്ഞില്ല ഓമലാൾ തന്നെയാണവൾ കല്ലലിരുമ്പല്ല, അവൾ പെണ്ണാണ്. അതുപോലെ തന്നെയാണ് ഈ സർക്കാരിൻ്റെ അവിടെ സർക്കാരിൻ്റെ മനസ്സങ്ങ് അലിഞ്ഞുപോയി. ഈ വെള്ളം കിണറ്റിലുള്ള വെള്ളം മുഴുവനും ഈ ഒയാസിസ് കമ്പനിക്ക് കൊടുക്കാമെന്ന് അവർ ഏൽക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണീര് ദാശിനി എന്ന് ആവശ്യപ്പെടുന്നത് അവിടുത്തെ പാവപ്പെട്ടവരാണ്, കർഷകരാണ്. അവർക്ക് കൃഷി ചെയ്യാനായിട്ട് വെള്ളമില്ല. ആ വെള്ളമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ എന്നുടനെ കരപടം നീട്ടിയപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ കന്യക ഒഴിച്ചു കൊടുക്കുന്നത് ഈ പണക്കാരനാണ്, അതായത് ഒയാസിസ് കമ്പനിക്കാണ്. ഇതാണ് ഈ കാർട്ടൂണിൻ്റെ ഇതിവൃത്തം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് കാർട്ടൂണിൻ്റെ റഫിലോട്ട് കിടക്കാം. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ
പാവപ്പെട്ട കർഷകൻ ചോദിക്കുകയാണ്, ദാഹിക്കുന്നു ഭഗിനി കൃപാരസം മോഹനം കുളിർ തണ്ണീര് ദാശിനിന്ന്. പക്ഷേ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഈ കുത്തകയ്ക്കാണ്, അതായത് ഈ മദ്യക്കമ്പനിക്കാണ് നമ്മുടെ യുവതി. എന്നുടനെ കരവളം നീട്ടിനാൾ ചെന്നളിന മനോഹരൻ സുന്ദരൻ. ഈ ഒയാസിസ് കൈനീട്ടുകയാണ്. പിന്നെ തർക്കം പറഞ്ഞില്ല ഓമളയാൾ തന്നെയാണവൾ കല്ലല്ലിരുമ്പല്ല. നമ്മുടെ പിണറായി എന്ന് പറഞ്ഞ തരുണി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒയാസിസ് കമ്പനിക്കാണ്. അതാണ് കാർട്ടൂണിൻ്റെ റഫ്. നമുക്കിനി ഇതിൻ്റെ ഇങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ മറ്റേ പാവപ്പെട്ട കർഷകനെ വരയ്ക്കാം. ഇത് കരപുടം നീട്ടി നിൽക്കുന്ന ചെന്നളിന മനോഹരൻ സുന്ദരനാണ്. അതായത് നമ്മൾ ഒയാസിസ് കമ്പനിയുടെ മാനേജ്മെൻറ്റാണത്. ഇതിൻ്റെ ഡയലോഗ് നമ്മൾ എഴുതുകയാണ്. ഇതാണ് പ്രധാനം. ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ ഈ പാവപ്പെട്ട കർഷകനാണ് ഇത് ആവശ്യപ്പെടുന്നത്, കുടിവെള്ളം ചോദിക്കുന്നത്. അപ്പോൾ എന്നുടനെ കരപുടം നീട്ടിനാൻ ചെന്നളിന മനോഹരൻ സുന്ദരൻ. പിന്നെ തർക്കം പറഞ്ഞില്ല. പറഞ്ഞില്ല ഓമലാൾ തന്നെയാണവൾ കല്ലല്ലിരുമ്പല്ല. കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളതിന് കരുണ എന്ന പേര് കൊടുത്തിട്ടുണ്ട്. അതായത് ഭയങ്കര പാവങ്ങളോട് ഭയങ്കര കരുണയുള്ള ഒരു സർക്കാരാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് കരുണ എന്ന് പേര് കൊടുത്തത്. ഈ പാവപ്പെട്ട കർഷകൻ അല്ലെങ്കിൽ പാവപ്പെട്ട ജനം ചോദിക്കുകയാണ്, ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണീര് ദാശിനി. എന്നുടനെ കരപുടം നീട്ടിനാൾ ചെന്നളിന മനോഹരൻ സുന്ദരൻ. പിന്നെ തർക്കം പറഞ്ഞില്ല ഓമലാൾ തന്നെയാണ് അവൾ കല്ലലിരുമ്പല്ല. ഈ പാവപ്പെട്ട ഒയാസിസ് കമ്പനിക്കാരൻ്റെ ഈ മറ്റേ അവസ്ഥയിൽ തന്നെയാണ് സർക്കാർ അല്ലെങ്കിൽ പിണറായി. അവരുടെ മനസ്സ് കല്ല് വരുമ്പോഴൊന്നുമല്ല, പിണറായിയുടെ മനസ്സ് ഉരുകിപ്പോയി, വെണ്ണ പോലെ ഉരുകിപ്പോയി.
അപ്പോൾ ഈ ആഴ്ചത്തെ കാർട്ടൂൺ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഹെൽപ്പ് ചെയ്ത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബറും എല്ലാം വാരിക്കോരി തന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കാർട്ടൂണിസ്റ്റ് ഹക്കു.